ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും. ഓണവും കഴിഞ്ഞ് സദ്യയും കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരുത്തി വന്നേക്കുവാന്ന് ഓണത്തിൻ്റെ വിശേഷമായിട്ടല്ലേ. പിന്നെ ഓണമായിട്ട് തിരക്കല്ലായിരുന്നു വന്നേ. ഉത്തരവാദിത്തമുള്ളൊരു കുടുംബിനിയല്ലേ. നമുക്ക് രാവിലെ മെസ്സേജ് ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല, വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. തിരക്കോട് തിരക്ക്, അടുക്കളയിൽ തിരക്കോട് തിരക്കായിരുന്നു കേട്ടോ. നമ്മളും അങ്ങനെ ചെറുതായിട്ടൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്തു. വലിയ വേറെ ആൾക്കാരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പക്ഷേ ഒത്തിരി കറികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ലുലു ഉള്ളത് കൊണ്ട് ഓണത്തിന് പ്രത്യേകിച്ച് നമുക്ക് കുറവൊന്നും വരുന്നില്ല. കുറേ കറി ഞാൻ ഉണ്ടാക്കി. കുറച്ച് കറിയും ഇച്ചിരി പായസവും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ലുലുവിൽ പോയി വാങ്ങിച്ചു കേട്ടോ. കാരണം ജസ്റ്റിക്കും കൊച്ചിനും ഒക്കെ ഓണം വേണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പ്രത്യേകത, ഇവിടെ UAE പബ്ലിക് ഹോളിഡേ ആണ് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും. അതുകൊണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ പല പ്രാവശ്യം ഓണത്തിന് എനിക്ക് ജോലിയായിരിക്കും, അല്ലെ ജസ്റ്റിക്ക് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ജോലിയായിരിക്കും. ഒത്തിരി നാൾ കൂടിയാട്ടോ ഓണം വീട്ടിലെല്ലാവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അവധി, കൊച്ചിന് സ്കൂളിന് അവധി, നമുക്ക് ഓഫീസിലൊക്കെ അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ഗ്രാൻഡ് ഓണമായിരുന്നു കേട്ടോ. നമ്മൾ സദ്യ എല്ലാം കഴിച്ചിങ്ങനെ ക്ഷീണത്തിലിരിക്കുന്നു. നല്ല പരിപ്പും സാമ്പാറും ഒക്കെ കൂട്ടി ചോറുണ്ടെന്ന്. ആ പരിപ്പിനകത്ത് നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ എന്താ ടേസ്റ്റ് അല്ലേ. ഒരു സദ്യ ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞ് കഴിച്ചിട്ട് നാളെത്രയായി. അങ്ങനെ നമ്മളുടെ ഓണം പൊടി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണത്തിന് രാത്രി വീട്ടിൽ വന്ന് ഓണസദ്യ അത്താഴമായിട്ടാണ് കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ജോലിയായിരുന്നെന്ന്. എന്നോട് കല്യാണത്തിന് മുമ്പ് രണ്ട് കാര്യങ്ങളെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒന്ന്, ഓണത്തിന് സദ്യ ഉണ്ടാക്കണം. 2, പെസഹായ്ക്ക് അപ്പം ഉണ്ടാക്കണമെന്ന്. ദൈവം അനുകരിച്ച് ആ 2 കാര്യങ്ങളും ഇപ്പോഴും കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഓണസദ്യയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചെങ്കിലും കോസ്റ്റ്യൂംസ് ഒന്നും ഇടാൻ പോയില്ല കേട്ടോ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞ് മടുത്തു. പിന്നെ കോസ്റ്റ്യൂമിലോട്ടൊന്നും പോയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണസദ്യയുടെ കറികളും കാര്യങ്ങളും ഒക്കെ. ഓലനും കാളനും സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, എന്താ പറയുന്നത്, പിന്നെ എന്നായിരുന്നു, എന്തൊക്കെ കറികളാണ്, കൂട്ടുകറി ഉണ്ടായിരുന്നു, ഒഴിച്ചു കറി ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, തോരനായിരുന്നേ 2 തരം തോരനോ, ബീറ്റ്റൂട്ട് തോരനും ഉണ്ടായിരുന്നു, ക്യാബേജ് ക്യാരറ്റ് തോരനും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി അടിപൊളിയാണ്. അപ്പോൾ ശരി, പോയി കഴിച്ചേച്ചും വരാം.